11-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ തിറവെള്ളാട്ടിന്റെ മർമ്മപ്രധാനമായ രൂപക്കളം തൊഴൽ. ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. നാടൻ തള്ളക്കോഴിയിടുന്ന മുട്ടയ്ക്ക് ചെറിയ ഗോലിയുടെ വലിപ്പം മാത്രം. കാരമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം താണിക്കൽ ചാലിശ്ശേരി ഷാജു വളർത്തുന്ന കോഴിയാണ് കഴിഞ്ഞ ദിവസം വളരെ ചെറിയ ഗോലിയുടെ വലിപ്പം മാത്രമുള്ള മുട്ടയിട്ടത്. മറ്റു മുട്ടകൾക്ക് സാധാരണ വലിപ്പമുണ്ട്. 2 ദിവസം കൂടുമ്പോഴാണ് ഷാജുവിന്റെ കോഴികൾ മുട്ടയിടുന്നത്. വർഷങ്ങളായി നാടൻ കോഴികളെ വളർത്തുകയും കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുകയും ചെയ്യുന്ന ഷാജു ഇതുവരെയും ഇത്രയും ചെറിയ മുട്ടകൾ കണ്ടിട്ടില്ലെന്ന് പറയുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് ലഭിച്ച മുട്ടയാണിത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മുട്ട, ചെറിയ മുട്ട. ഞാനൊരു 10-15 വർഷമായിട്ട് കോഴിക്കുട്ടികളെ വിൽക്കുകയും മുട്ട വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം 35-40 കോഴികളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മുട്ട, ഇത്രയും ചെറിയ മുട്ട, കാടമുട്ടയുടെ വലുപ്പം പോലും ഇല്ല. അപ്പോൾ ഇതെനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. സാധാരണ എല്ലാ കോഴികളും മുട്ടും ഈ വലുപ്പമാണ്, പക്ഷേ ഇത് മാത്രം ഇങ്ങനെ സംഭവിച്ചു, ചെറിയ മുട്ട. അപ്പോൾ അതുകൊണ്ടൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങനെ നല്ലൊരു ഇതായിരുന്നു പറഞ്ഞു. അതുപോലെ തീറ്റ കൊടുക്കുന്നത് പുല്ലും ഗോതമ്പും ചെമ്മീൻ്റെ തല വാങ്ങിക്കാൻ കിട്ടും, അതും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മുട്ട കിട്ടണമുണ്ട്. ആവശ്യം പോലെ നമുക്ക് ആവശ്യമായ മുട്ട കിട്ടും, വീട്ടിലുപയോഗിക്കാം. അതുപോലെ തന്നെ മുട്ട വിൽക്കാൻ തയ്ക്കണില്ല. ഇപ്പോൾ നാടൻ മുട്ട കിട്ടാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ എത്ര മുട്ട ഉണ്ടായാലും ഇപ്പോൾ 200 മുട്ട പോലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഇപ്പോൾ ആൾ ലൈനിൽ നിൽക്കണേ. അപ്പോൾ 2 കിലോഗ്രാം തൂക്കമുള്ള കോഴികളിൽ ഒന്നാണ് ഈ ചെറിയ മുട്ടയിട്ടത് എന്ന കൗതുകത്തിലാണ് ഷാജു. ഉണക്കച്ചെമ്മീൻ പൊടിച്ചതും ഗോതമ്പും കലർത്തിയുള്ള തീറ്റയാണ് വർഷങ്ങളായി കോഴികൾക്ക് നൽകുന്നത്. ഗോലിമുട്ട കാണാനായി നിരവധി പേരാണ് ദിവസവും ഷാജുവിന്റെ വീട്ടിലെത്തുന്നത്.